ഇപ്പം നമ്മൾ കാണുന്ന ഒരു വീഡിയോ ഒരു മരത്തിൻ്റെ വീഡിയോ ആണ്. പക്ഷേ ആ മരം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭിത്തിയുടെ ഉള്ളിലൂടെ കയറിയിട്ടാണ് അതിൻ്റെ വേരുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മരം ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ആ വീട്ടുകാരൻ ആ ഭിത്തി പണിഞ്ഞിട്ടുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ വീട്ടുകാരൻ മരത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, വൃക്ഷങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ മോശമായൊരു കാര്യമല്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ വായുമലിനീകരണം ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വായു ശുദ്ധീകരിക്കുന്നുണ്ട്, തണൽ തരുന്നുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ആ സൈക്കിൾ അവർ പൂർണ്ണമാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വളരെ കുറച്ച് പേര് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. വികസനത്തിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് മരങ്ങൾ വെട്ടിത്തെളിച്ച് അത് നഗരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ അമിതമായിട്ടുള്ള ചൂട്, ചക്രവാത ചുഴി, പലയിടത്തുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പലയിടത്തുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ചും അത്യുഷ്ണം, പുകയാവി, ഇതൊക്കെ ഉണ്ടാവാൻ കാരണം മരങ്ങളുടെ അഭാവമാണ്. നമ്മൾ ഒരുപാട് മരങ്ങളെ വെട്ടിക്കളഞ്ഞു, ഒരുപാട് മരങ്ങളെ നശിപ്പിച്ചു, പ്രകൃതിയെ നശിപ്പിച്ചു. അപ്പോൾ പ്രകൃതി സ്നേഹികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. മരങ്ങൾ ഒരിക്കലും വെട്ടിക്കളയരുത്. കാരണം അതിൻ്റെ മൂല്യം നമുക്ക് പിന്നീടേ മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വീട്ടുകാരൻ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ മരത്തെ തൊടാതെ തന്നെ ആ മരത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മതിൽ പണിഞ്ഞിരിക്കുന്നത്.